ഹായ് അസ്സലാമലൈക്കും. ഞാൻ ഇന്നിവിടെ ചിക്കൻ 65 ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഈ ബിരിയാണി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. സ്വാദിൻ്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കി നോക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണിക്ക് ഇത്ര ടേസ്റ്റ് വരാനൊരു കാരണമുണ്ട്. ഈ ചിക്കൻ ഞാൻ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഞാൻ ഒരു വലിയ ബൗളിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഈ ചിക്കൻ ഇട്ട് ഒരു 1 അവർ വെച്ചു. അപ്പം ഇതിനകത്ത് നല്ലതായിട്ട് ഉപ്പും പുളിയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് മസാല പുരട്ടുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് നമ്മുടെ ചിക്കന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ല ഈ ഒരു സ്റ്റെപ്പ്. എന്നിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് 1 അവർ കഴിഞ്ഞെടുത്ത ചിക്കനാണ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ചെറുജീരകം ഒന്ന് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടിത് നമുക്ക് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ ഈ ചിക്കനിലൊന്ന് നന്നായിട്ട് പിടിക്കട്ടെ. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 1 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ബേ ലീഫും 2 ഏലക്ക, ഗ്രാമ്പു 4 എണ്ണം, ചെറുജീരകം ചതച്ചത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിന ഇലയും ഓരോ പിടി വീതം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇട്ട് കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നോർമൽ വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കിനി ലെമൺ ജ്യൂസും കൂടെ ഇട്ട് കൊടുക്കണം. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് 1 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അത് റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മൾ ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, ഇത്രയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് നമ്മൾ റൈസ് വെന്ത് കഴിയുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ വിസിൽ പോയതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഈ മിക്സ് നമ്മൾ റൈസിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. സവോള വഴറ്റുന്നോ ഒന്നുമില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ ഈ റൈസ് റെഡിയാവും. നല്ല ടേസ്റ്റും ആണ് ഈ റൈസിന്. അപ്പം നമ്മളെ വിസിൽ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു മിക്സ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ
നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. ഈ മസാല ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുക്കർ ക്ലോസ് ചെയ്ത് വെക്കണം. എന്നെങ്കിൽ ഈ മസാലയിലെ ആ പച്ചമണവും എല്ലാം ആ റൈസിലേക്ക് പച്ചമണം എല്ലാം മാറി ആ റൈസിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിക്കത്തുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇതൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ എണ്ണ ചൂടായി അതിനകത്തേക്ക് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യാനാണ് സവോള ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മസാലയെല്ലാം പുരട്ടി വെച്ചിരുന്ന ആ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തു. ഒരു ലെയർ മൊത്തം ചിക്കൻ പീസ് വെച്ചു. ഇനി ഇതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ 65 ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെന്താണേലും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്. ഈ റൈസ് തന്നെ നല്ല ടേസ്റ്റാണ് റൈസിന്. ചിക്കൻ ആണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ആ ഉപ്പും ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ടുള്ള ആ വാട്ടറിൽ 1 അവർ വെക്കുമ്പം തന്നെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. മാത്രമല്ല മസാലയെല്ലാം നല്ലതായിട്ട് അതിൽ പിടിക്കും. അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ആ ചിക്കന് തന്നെ. അപ്പോൾ നിങ്ങൾ ചിക്കൻ 65 ആയിട്ട് തന്നെ അതൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ആ ചിക്കൻ തന്നെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതെന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.